നടക്കാൻ പോണത് ചാപ്റ്റർ 12 ലീനിയർ പ്രോഗ്രാമിംഗ് ആണ്. LPP എന്ന് ഷോർട്ടായിട്ട് നമ്മൾ പറയും. ഞാൻ പറയുന്നത് കേൾക്കണില്ലേ? ഓഡിബിൾ അല്ലെങ്കിൽ പറഞ്ഞോളൂ. അപ്പോൾ നിങ്ങളൊരു ബുക്ക് എടുത്തിട്ട് നമ്മൾ ഗ്രാഫ് പോലത്തെ കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ചതിൻ്റെ ഒരു ബാക്കി തന്നെയാണ്. ഏറെക്കുറെ അതും തന്നെയാണ് പഠിക്കാനുള്ളത്. അതിനൊരു ചെറിയൊരു കാര്യം കൂടെ ഇതിൽ എക്സ്ട്രാ ആയിട്ട് പഠിക്കാനുള്ളൂ. അപ്പം അത് ഓർമ്മയുണ്ടെങ്കിൽ ഇത് നല്ല എളുപ്പമായിരിക്കും പഠിക്കാനായിട്ട്. +1 നിങ്ങൾ പഠിച്ചത് ഓർമ്മയുണ്ടോ? ഗ്രാഫ് വെച്ച് ചെയ്യുന്നത് ലീനിയർ പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞിട്ടൊരു ചാപ്റ്റർ ഉണ്ടായിരുന്നു +1. ഫീസിബിൾ റീജിയൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഓക്കെ, ഞാൻ കുറച്ച് ഡെഫിനേഷൻസ് ആദ്യം തന്നെ പറയാം. നമുക്ക് രണ്ട് ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലംസ് ആണ് നമുക്ക് വരുന്നത്. ഒന്ന് മാക്സിമൈസിങ് ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലംസും പിന്നെ മിനിമൈസിങ് ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലംസും. പിന്നെ അതായത് എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ നമുക്ക് തന്നിട്ട് അതിനെ മാക്സിമൈസ് ചെയ്യാനോ, ഒരു എക്സാമ്പിൾ ഞാൻ കാട്ടിത്തരാം. ഈ ഒരു എക്സാമ്പിൾ നോക്കാം. സബ്ജക്റ്റ് ടു ദ കൺസ്ട്രെയിൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് മാക്സിമൈസ് ഒരു ഫംഗ്ഷൻ നമുക്ക് തന്നിട്ടുണ്ട്. ഇങ്ങനെ തരുന്ന, അതായത് മാക്സിമൈസ് ചെയ്യാനാണോ മിനിമൈസ് ചെയ്യാനാണോ എന്ന് പറഞ്ഞു തരുന്ന ഫംഗ്ഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ. അതായത് z = ഇത്ര x + ഇത്ര y എന്ന് പറഞ്ഞു തരുന്ന ഒരു ഫംഗ്ഷൻ നമ്മൾ വിളിക്കുന്നതാണ് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ. ചിലപ്പോൾ ഈ സ്ഥലത്ത് മാക്സിമൈസിന് പകരം മിനിമൈസ് എന്നായിരിക്കും. അത്രേ ഉണ്ടാവുള്ള വ്യത്യാസം. പിന്നെ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ തൊട്ടടിയിൽ വന്നിട്ടുണ്ടായിരിക്കും സബ്ജക്റ്റ് ടു ദ കൺസ്ട്രെയിൻസ്. ഇന്ന കൺസ്ട്രെയിൻസ് പറഞ്ഞിട്ടൊരു 3 or 4 കൺസ്ട്രെയിനുകൾ നമുക്ക് തന്നിട്ടുണ്ടായിരിക്കും. എന്ന് പറയുന്നത് ഇപ്പം ഇവിടെ തന്നിരിക്കുന്ന 5x + y <= 100 എന്നും പിന്നെ x + y <= 60, പിന്നെ x <= 0, y <= 0. ഈ രണ്ട് കൺസ്ട്രെയിൻസ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഗ്രാഫിന്റെ സോൾവ് ചെയ്ത് എക്സും വൈ കണ്ടുപിടിച്ച് നമ്മൾ എന്ത് ചെയ്യുക, ഗ്രാഫ് വരയ്ക്കാം. ഈസിയാണ് ഗ്രാഫ് വരയ്ക്കാൻ. കഴിഞ്ഞ വർഷം പഠിച്ച അതേ സംഭവം തന്നെയാണ് ഇവിടെയും പഠിക്കാനുള്ളൂ. പിന്നെ എക്സ്ട്രാ ആയിട്ട് ഇവിടെ തരുന്നത് ഇതിൽ ഏത് ഫംഗ്ഷനിലാണ് ഇപ്പോൾ മാക്സിമൈസ് ചെയ്യാനാണ് തന്നിരിക്കുന്നത്, അതാണ് നിങ്ങൾക്ക് എക്സ്ട്രാ ആയിട്ടുള്ളൂ. ബാക്കിയെല്ലാം കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ. ഓക്കെ, ഇനി ഈ സംഭവത്തിന്റെ അർത്ഥം എന്താണ്? x <= 0യും y <= 0ന്റെ അർത്ഥം ഉദ്ദേശിക്കുന്നത് എക്സിന്റെയും വൈയുടെയും വാല്യൂസ് 0നേക്കാൾ വലുതാണെന്നാണ്. നമുക്കറിയാം എക്സിന്റെ വാല്യൂ <0 എന്ന് പറഞ്ഞാൽ x <0 എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? എക്സിന്റെ വാല്യൂ 0നേക്കാൾ വലുതാണെന്നാണ്. അപ്പൊ അതുപോലെ തന്നെ വൈയുടെ വാല്യൂ, അപ്പം അത് പോസിറ്റീവ് വാല്യൂസ് ആണെന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് നെഗറ്റീവിലേക്ക് നമുക്ക് ഗ്രാഫ് വരയ്ക്കേണ്ട ആവശ്യം ഇല്ല എന്നാണ് ഇങ്ങനെ ക്ലൂ തന്നാൽ അർത്ഥം. ഇത് തന്നിട്ടില്ലെങ്കിൽ നമ്മൾ നെഗറ്റീവും കൂടെ നമ്മൾ ഗ്രാഫിൽ നമ്മൾ ഉൾപ്പെടുത്തേണ്ടി വരും. അത്തരം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ നമ്മൾക്ക് ഇവർ പറഞ്ഞിരിക്കുന്ന മാക്സിമൈസ് ചെയ്യാന്ന് പറയുമ്പം ഓക്കെ, ഞാൻ ഒരു കണക്ക് ചെയ്യാം അപ്പം നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാവും. ഒരു ബുക്ക് എടുക്കാം, ഇത് ഞാൻ വരയ്ക്കുന്നതിൻ്റെ ഒപ്പം ഒന്ന് വരച്ചു പോക്കോട്ടാ. ഓക്കെ, ഫസ്റ്റ് പ്രോബ്ലം എഴുതാം. എക്സാമ്പിൾ 1 ആണ് നമ്മൾ ചെയ്യുന്നത്. ഞാൻ പറയുന്നത് കേൾക്കുന്നതിനെ പറഞ്ഞോളൂ. ഞാൻ ക്വസ്റ്റ്യൻ പറയാൻ പോവാണ്. സോൾവ് ദ ഫോളോയിങ് ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം ഗ്രാഫിക്കലി. Solve the following linear programming problem graphically. നമുക്ക് ഗ്രാഫിക്കലി മാത്രമേ പഠിക്കാനുള്ളൂ, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. പക്ഷെ +1 നമ്മൾ നമ്പർ ലൈൻ വരച്ചിട്ട് സോൾവ് ചെയ്യുന്ന ഒരു രീതിയും കൂടെ ഉണ്ട്. ഇവിടെ നമുക്ക് ഗ്രാഫിക്കലി മാത്രമേ പഠിക്കാനുള്ളൂ. ഓക്കെ, ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന മാക്സിമൈസ് ചെയ്യാനാണ്. മാക്സിമൈസ് z = 4x + y. മാക്സിമൈസ് z = 4x + y. ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഈ ഫംഗ്ഷനെയാണ് നമ്മൾ വിളിക്കുന്നത് എന്തെന്ന്? ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ. ദെൻ ഇത് ഏതൊക്കെ കൺസ്ട്രെയിൻസിന് സബ്ജക്റ്റ് ആയിരിക്കും എന്നാണ് അടുത്തത് തന്നെ. സബ്ജക്റ്റ് ടു ദ കൺസ്ട്രെയിൻസ്. ഒന്നാമത്തെ കൺസ്ട്രെയിൻ x + y <= 50. ദെൻ രണ്ടാമത്തെ 3x + y <= 90. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ക്ലൂ തന്നിട്ടുണ്ട് x <= 0 and y <= 0.
ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നോക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളോട് മാക്സിമൈസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഫംഗ്ഷൻ അവിടെ ഇരിക്കട്ടെ, നമുക്കിതിനെ ഇക്വേഷൻ നമ്പർ 1 എന്ന് നമുക്ക് കൊടുക്കാം. അപ്പം ഈ സാധനത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ. ഈ മൂന്നെണ്ണത്തിനും കൂടെ നമ്മൾ വിളിക്കുന്നതാണ് കൺസ്ട്രെയിൻസ്. ഓക്കെ, അപ്പോൾ കൺസ്ട്രെയിൻസ് എന്ന് പറയുമ്പം ഈക്വൽ ടുവിൻ്റെ ഇപ്പുറത്തും വാല്യൂസ് ഉണ്ടായിരിക്കും. സെഡ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് തരുന്ന സാധനം മാത്രമാണ് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ആയിരിക്കും എപ്പോഴും. അത് തെറ്റിപ്പോരുതേ. ഇനി ഇതിൽ കൊണ്ട് വാല്യൂ നമ്മൾ ആദ്യമേ കൊടുത്ത് ചെയ്യാന്ന് കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ ഒക്കെ തെറ്റും. അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറയുന്നത്. ഇത് സെഡ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ടാണ് എപ്പോഴും തരാം. ഓക്കെ, അതിൻ്റെ ഇപ്പുറത്ത് ഒരു കോൺസ്റ്റന്റ് വാല്യൂ ഉണ്ടായിരിക്കില്ല, സെഡ് ഈക്വൽ ടു ആയിരിക്കും. ഇവിടെ എന്ന് പറയുന്നത് ഇത് എപ്പോഴും അപ്പുറത്ത് ഒരു കോൺസ്റ്റന്റ് വാല്യൂ ഉണ്ടായിരിക്കും. ഓക്കെ, അതായത് ഒരു ഇനിക്വാലിറ്റി പോലെ. ഇനിക്വാലിറ്റി നമ്മൾ എപ്പോഴും വിളിക്കുക ഇങ്ങനെയുള്ള സയൻസ് യൂസ് ചെയ്തുകൊണ്ട്, എന്തെങ്കിലും സയൻസ് യൂസ് ചെയ്തുകൊണ്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ അതിനെ വിളിക്കുക ഇനിക്വാലിറ്റി എന്ന് വിളിക്കുക. അങ്ങനെ യൂസ് ചെയ്ത് അപ്പുറത്തെ ഒരു കോൺസ്റ്റന്റ് വാല്യൂസ് വരുന്നുണ്ടെങ്കിൽ അത് കൺസ്ട്രെയിനുകളാണ്. ഓക്കെ, ക്ലിയർ ആണെങ്കിൽ ഞാൻ പറഞ്ഞു പറഞ്ഞാണ്. നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഈ ഒരു സംഭവം തന്നിരിക്കുന്ന ഈ രണ്ട് ഇക്വേഷൻസ് ഇവിടെ നമുക്ക്, ഞാൻ പറഞ്ഞു ഈ സംഭവം എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, പോസിറ്റീവിലേക്കോ നെഗറ്റീവിലേക്കോ പോകുന്നത് അറിയാൻ വേണ്ടി മാത്രമാണ് ഈ ലാസ്റ്റത്തെ ഇത് തന്നിരിക്കുന്നത്. അതായത് എക്സിന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 0 ആണെന്നും വൈയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ 0 ആണെന്നും ക്ലൂ തന്നിരിക്കുന്നത് അതിന് വേണ്ടി മാത്രമാണ്. അപ്പോൾ ഈ ഒരു സംഭവം നമ്മൾ ഇനി നോക്കുന്നില്ല, അത് നമ്മൾ മനസ്സിൽ വെച്ചാൽ മതി. ഗ്രാഫ് വരയ്ക്കുമ്പോൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഈ രണ്ട് ഇക്വേഷൻസ് ആണ് നമുക്ക് ഇക്വേഷൻസ് ആയിട്ട് തന്നിരിക്കുന്നത്, ഇനിക്വാലിറ്റീസ് ആയിട്ട് തന്നിരിക്കുന്നത്. ഈ കൺസ്ട്രെയിനുകളെ നമുക്ക് കൺസിഡർ ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. ഏറ്റവും ആദ്യത്തെ ഇക്വേഷൻ എക്സ് പ്ലസ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 50. ഓക്കെ, അതാണ് ചെയ്യാൻ പോകുന്നത്. ശ്രദ്ധിക്കുക, നമ്മൾ ആദ്യത്തെ ഇനിക്വാലിറ്റി ഇവിടെ എടുത്ത് എഴുതാണ്, നമ്മൾ സോൾവ് ചെയ്യാൻ. എക്സ് പ്ലസ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 50 അങ്ങനെ തന്നേക്കണേ. നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഗ്രാഫ് ചെറിയൊരു ടേബിൾ വരയ്ക്കാം. അതിൽ എക്സും വൈ എന്ന് എഴുതാം. അതിനുശേഷം നമ്മൾ കുറച്ച് വാല്യൂസ് കണ്ടെത്താൻ വേണ്ടി മാത്രമാണ് ഇത് വരയ്ക്കുന്നത്, എളുപ്പമാർഗത്തിന് വേണ്ടി വരയ്ക്കുന്നതാണ്. എക്സും വൈ എന്ന് എഴുതാം. എന്നിട്ട് അതിൽ ആദ്യം എക്സിന് ഇത്ര മതിയാവും. എന്നിട്ട് എക്സിന് ആദ്യം തന്നെ 0 കൊടുക്കാം. ഇതിലത്തെ എക്സിന് 0 കൊടുത്താൽ നമ്മുടെ വൈയുടെ ആൻസർ എന്ത് കിട്ടും? അപ്പോൾ എന്താ ഇക്വേഷൻ മാറാം, 0 പ്ലസ് വൈ. നമുക്ക് ആൻസർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടുന് പകരം ഈക്വൽ ടു എടുക്കാതെ ഈക്വൽ ടു 50. അപ്പോൾ വൈയുടെ വാല്യൂ നമുക്ക് എന്ത് കിട്ടും, 50 കിട്ടും. അപ്പം എക്സിന് 0 കൊടുക്കുമ്പോൾ വൈയുടെ വാല്യൂ 50. ക്ലിയർ അല്ലെങ്കിൽ ചോദിച്ചോളൂ. അങ്ങനെയാണെങ്കിൽ വൈക്ക് 0 കൊടുക്കുമ്പോൾ എക്സിന്റെ വാല്യൂ എന്തായിരിക്കും, വൈക്ക് 0 കൊടുക്കുമ്പോൾ എക്സിന്റെ വാല്യൂ എന്തായിരിക്കും, എന്താ? ഇത്രയും 2 പോയിന്റ്സ് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് കോർഡിനേറ്റ്സ് എടുത്തെഴുതാം. അതായത് എങ്ങനെയാണ് നമുക്ക് ഇവിടെ കോർഡിനേറ്റ്സ് കിട്ടിയത്? ആദ്യത്തെ കോർഡിനേറ്റ് എന്ന് പറയുന്നത് 0,50യും പിന്നത്തെ ശരി 0,50, അതായത് ഇങ്ങനെ കോർഡിനേറ്റ്സ്. രണ്ടാമത്തെ കോർഡിനേറ്റ് എന്ന് പറയുന്നത് 50, ഇതവിടെ ഇരിക്കട്ടെ. ഇത് ഒന്നാമത്തെ കൺസ്ട്രെയിൻ്റെ ഇക്വേഷൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഒന്നാമത്തെ കൺസ്ട്രെയിൻ്റെ കാര്യം സെറ്റ്. ഇനി ഇതുപോലെ നമ്മൾ ഇത് വെച്ചിട്ട് നമ്മൾ കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ അതെടുത്ത് എഴുതാം. എന്താണ്, 3x പ്ലസ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 90. ഇതേപോലെ തന്നെ ഇതിനെ കംപ്ലീറ്റ് ചെയ്യാം. ആൻസർ പറയാവോ? ആദ്യം തന്നെ എക്സും വൈയും എഴുതി, എന്നിട്ട് എന്ത് ചെയ്യുക, എക്സിന് 0 കൊടുക്കുക. എക്സിന് 0 കൊടുക്കുമ്പോൾ ഇതിലെ എക്സിന് വാല്യൂ 0 ആകുമ്പോൾ വൈയുടെ വാല്യൂ നമുക്ക് എന്ത് കിട്ടും, വൈ ഈക്വൽ ടു ഈ വാല്യൂ മൊത്തം 0 ആയിപ്പോയി. അപ്പോൾ വൈയുടെ വാല്യൂ 90 കിട്ടും. ഇനി ഇതുപോലെ വൈയുടെ വാല്യൂ 0 കൊടുക്കാം. എക്സിന്റെ വാല്യൂ എന്ത് കിട്ടും, ഇത് 0 ആയിപ്പോയി. എക്സിന്റെ വാല്യൂ കണ്ടുപിടിച്ച് വയ്ക്കുന്നു. അതായത് ഇങ്ങനെയാണ് വരുന്നത്, 3x ഈക്വൽ ടു 90 എന്ന് വരും. 90/3 എന്ന് പറയുന്നത് അത് കിട്ടി. അപ്പോൾ ഈ 30 നമ്മൾ ഇവിടെ എഴുതി കൊടുക്കാം. ഇവിടെ നമുക്ക് കോർഡിനേറ്റ്സ് എന്തൊക്കെയാണ് കിട്ടിയത്, ഈ 2 കോർഡിനേറ്റ്സ്, 4 കോർഡിനേറ്റ്സ് നമുക്ക് ടോട്ടൽ കിട്ടി. ഇത് വെച്ചിട്ട് നമ്മൾ ഇനി ഗ്രാഫ് വരയ്ക്കാൻ പോവാണ്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള പോയിന്റ്സ് എന്ന് പറയുന്നത് ഒരു 0, 10, 20, 30, 40, 50 ആ നിലയ്ക്ക് പോവാം. അതല്ല എളുപ്പം.
ഇവിടെ അങ്ങനെ പോകുന്നത് എളുപ്പം. നമ്മൾ 1 2 3 എണ്ണി പോയി കഴിഞ്ഞാൽ 90 വരെ നമ്മൾ എഴുതേണ്ടി വരും. അപ്പോൾ അതിനേക്കാൾ എളുപ്പം നമുക്ക് 0 തൊട്ട് 10 ഡിഫറൻസിൽ നമുക്ക് ഗ്രാഫ് വരയ്ക്കാം. ഓക്കെ, നമ്മൾ ചുമ്മാ നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ചുമ്മാ ഇപ്പോൾ വരച്ചാൽ മതി. നിങ്ങൾ എക്സാമിന് ചെയ്യുമ്പം പെൻസിലൊക്കെ യൂസ് ചെയ്ത് കറക്റ്റ് അളവ് ചെയ്തോളൂ. നമ്മൾ ഗ്രാഫ് വരയ്ക്കുകയാണ്. അതായത് ആദ്യം തന്നെ നമുക്കിവിടെ ഒരു കാര്യമുണ്ട്, പോസിറ്റീവ് മാത്രമേ ആവശ്യമുള്ളൂ. കാരണം നമുക്ക് എക്സിന്റെ വാല്യൂയും വൈയുടെ വാല്യൂയും ഗ്രേറ്റർ ദാൻ 0 എന്ന് പറഞ്ഞുകൊണ്ട് ആ വാല്യൂ മാത്രമേ ആവശ്യമുള്ളൂ. അതുകൊണ്ട് ഇങ്ങനെ നീട്ടി വരയ്ക്കുന്നില്ല, നമ്മളിങ്ങനെ വരച്ചാൽ മതി. ഇനി എന്ത് ചെയ്തേക്കാം, അടയാളപ്പെടുത്താം. 0 ഒറിജിനിൽ 10 20 30 40 50 60 70. അപ്പം നമുക്ക് കിട്ടിയതിൽ വൈയുടെ വാല്യൂ ആണ് മാക്സിമം പോകുന്നത് 90 വരെ. അപ്പം നമുക്ക് ഇവിടേക്ക് കുറച്ചും കൂടെ നീട്ടി വരയ്ക്കേണ്ടി വരും അല്ലേ. വരയ്ക്കാം കേട്ടോ. 10 20 30 40 50 60 70 80 90 100. ഓക്കെ, ഇത്ര വരച്ച് കഴിഞ്ഞാൽ ഇനി നമ്മൾ പറഞ്ഞ പോയിന്റ്സുകൾ നമ്മുടെ അടയാളപ്പെടുത്താം. അതായത് നമ്മുടെ പോയിന്റ്സ് ഏതൊക്കെയാണ്, നമുക്ക് ആദ്യം തന്നെ 0,50 ഉണ്ട്, പിന്നെ 50,0 ഉണ്ട്. ഇതാണ് നമ്മുടെ എക്സ് ആക്സിസ്, വൈ ആക്സിസ്. എക്സ് ആക്സിസിൽ നമുക്ക് ആദ്യം അടയാളപ്പെടുത്തേണ്ടത് 0,50. 0,50 എന്ന് പറയുമ്പം എക്സിൽ 0യും വൈയിൽ 50 ആണ്. അപ്പൊ നമുക്ക് ആ പോയിന്റ് ഇവിടെ വരും. ഇനി അടുത്തത് 50,0 എന്നാണ് പറയുന്നത്. അപ്പോൾ വൈയുടെ വാല്യൂ 0യും എക്സിന്റെ വാല്യൂ 50. അതിവിടെ വരച്ചു. ഇനി എന്ത് ചെയ്തേക്കാം, ഈ രണ്ട് പോയിന്റ്സുകളെ ജോയിൻ ചെയ്തേക്കാം. ഒരു ലൈൻ വരച്ചു കഴിഞ്ഞു. അപ്പോൾ ഒരു ഗ്രാഫ് നമ്മുടെ കഴിഞ്ഞു. അതായത് എന്താണ്, നമ്മുടെ ആദ്യത്തെ ഇക്വേഷൻ, ഈ ലൈനിന്റെ ഇക്വേഷൻ ആണ് നമുക്ക് എന്ത് വരുന്നത്, എക്സ് പ്ലസ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 50. ഓക്കെ, എക്സ് പ്ലസ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 50 എന്ന് പറയുന്ന ഗ്രാഫാണ് നമ്മളിപ്പോൾ പ്ലോട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇത്രയേ ഉള്ളൂ അതിന്റെ ഗ്രാഫ്. ഇതേ സെയിം പോലെ തന്നെ നമ്മൾ അടുത്ത ഗ്രാഫ് പ്ലോട്ട് ചെയ്യാണ്. അടുത്ത ഗ്രാഫ് എന്താ നമുക്ക് വേണ്ടത്, 3x പ്ലസ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 90 ഗ്രാഫ്. അപ്പോൾ അതിൽ ആദ്യത്തെ പോയിന്റ്സ് 0,90. 0,90 എന്ന് പറയുമ്പോൾ എക്സിന്റെ വാല്യൂ 0, വൈയുടെ വാല്യൂ 90. നമ്മളിവിടെ അടയാളപ്പെടുത്താണ് വൈയുടെ വാല്യൂ. ഓൾസോ അടുത്തത് 0,30 അല്ല 30,0. അപ്പോൾ 30 എന്ന് പറയുമ്പോൾ ഇവിടെ വരും. എന്ത് ചെയ്തേക്കാം, ഇവിടെ മാർക്ക് ചെയ്യാം. ഇനി എന്ത് ചെയ്യാം, നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ ലൈനും ഈ പോയിന്റും നമ്മൾ കണക്ട് ചെയ്യാം. ഓക്കെ, ഞാൻ വരച്ച് ചെരിഞ്ഞിട്ടുണ്ട്, നിങ്ങൾ സ്കെയിൽ വെച്ച് വരച്ചോളൂ. ഓക്കെ, ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കണം. ഇനി ഇതിന്റെ ബാക്കി എന്ന് പറയുന്നത് നമുക്ക് അധികം ചെയ്യാനില്ല. ഇത്ര കിട്ടി കഴിഞ്ഞാൽ നമ്മുടെ പകുതി പണി കഴിഞ്ഞു. ഓക്കെ, ഇത്ര നേരം കിട്ടിയത് ക്ലിയർ ആയില്ലെങ്കിൽ ഞാൻ ഒന്നുകൂടെ പറയാം. എനിക്ക് ഓൺലൈൻ ആയതുകൊണ്ട് നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടോ? ക്ലിയർ ആണോ? അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത് പറയാം. അപ്പം ഇത്ര കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഗ്രാഫിന്റെ പേര് എഴുതി വയ്ക്കാൻ മറക്കല്ലേ. അതായത് എക്സ് പ്ലസ് വൈ ആദ്യത്തെ നമ്മൾ വരച്ചത് ഈ ഗ്രാഫ്, ഇതിന്റെ ഗ്രാഫാണ് എക്സ് പ്ലസ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ 50യുടെ. ഇപ്പം നമ്മൾ വരച്ചത് 3x പ്ലസ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 90യുടെ ഗ്രാഫ്. ഇനി നമ്മൾ ചെക്ക് ചെയ്യുന്നത് ഈ ഗ്രാഫിന്റെ ഏരിയാസ് നമുക്ക് എവിടേക്കാണ് ഷെയ്ഡ് ചെയ്യേണ്ടി വരേണ്ടതെന്നാണ് നമ്മൾ നോക്കുന്നത്. അതായത് ആദ്യം നമുക്ക് ആവശ്യമുള്ളത് ഈ ലൈനാണ്. ആദ്യം നമ്മൾ വരച്ച ഈ ലൈനിൽ എക്സ് പ്ലസ് വൈ, ആദ്യത്തെ ലൈൻ നമ്മൾ എന്താ പറഞ്ഞത്, എക്സ് പ്ലസ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 50 എന്നാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഈ ലൈനിന് ഈ ഗ്രാഫിന്റെ പോർഷൻ താഴേക്കാണോ വരുന്നത്, അതായത് നമ്മൾ വരച്ചിരിക്കുന്ന ലൈൻ ഏതാ, ഇതാണ് ലൈൻ. ഈ ലൈനിന്റെ അടിയിലേക്കാണോ നമ്മുടെ സൊല്യൂഷൻ റീജിയൻ വരുന്നത്, അതോ ഈ ഗ്രാഫിന്റെ മുകളിലേക്കാണോ സൊല്യൂഷൻ റീജിയൻ വരുന്നത് എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. അതിനുള്ളൊരു മെത്തേഡാണ്, ഒരു സിമ്പിൾ ട്രിക്കാണിത്. ഞാൻ നോക്കിയാൽ മതി. ഈ എക്സിനും വൈക്കും 0 വാല്യൂ പുട്ട് ചെയ്ത് കൊടുക്കാം. ഇത് എളുപ്പമാർഗ്ഗമാണ്, ടെക്സ്റ്റിലൊന്നും ഇല്ല, നമ്മൾ എളുപ്പമാർഗ്ഗമായിട്ട് പഠിക്കുന്നതാണ്. ഈ എക്സിനും വൈക്കും 0 പുട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്ത് വരും,
0 + 0 ≤ 50 എന്ന് വരും. അതായത് 0 ≤ 50 എന്ന് കിട്ടും അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ കണ്ടീഷൻ ട്രൂ ആണോ ഫോൾസ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, ഈ കണ്ടീഷൻ ട്രൂ ആണോ ഫോൾസ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. അതായത് എന്താ അർത്ഥം? 0ന്റെ വാല്യൂ ≤ 50 എന്നാ പറയുന്നത്. എന്നുവെച്ചാൽ എന്താ അർത്ഥം? 0 50നേക്കാൾ താഴെയാണ് അല്ലെങ്കിൽ ഈക്വൽ ആണ്. ഇതിൽ ഫസ്റ്റത്തെ കണ്ടീഷൻ ശരിയല്ലേ? 0ന്റെ വാല്യൂ 50നേക്കാളും ചെറുതാണെന്ന് പറയുന്നത് ശരിയാണ്. സോ ഈ വാല്യൂ ട്രൂ ആണ്. എഴുതി വെക്കാം, ട്രൂ. ഓക്കെ, ഇനി നമുക്ക് എന്തിനാ ട്രൂ ആ നോക്കുന്നതെന്ന് വെച്ചാൽ, ട്രൂ ആണെങ്കിൽ നമ്മൾ വരച്ച ലൈനിന്റെ ഉള്ളിലേക്കായിരിക്കും സൊല്യൂഷൻ, ഫോൾസ് ആണെങ്കിൽ നമ്മൾ വരച്ച ലൈനിന്റെ പുറത്തേക്കായിരിക്കും സൊല്യൂഷൻ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ട്രൂ ആണോ ഫോൾസ് ആണോ ചെക്ക് ചെയ്യുന്നത്. അപ്പം എന്താ പറഞ്ഞേ? ഇത് വേണമെങ്കിൽ എഴുതി വെച്ചോ. ട്രൂ ആണെങ്കിൽ ഉള്ളിലേക്കായിരിക്കും സൊല്യൂഷൻ, അതായത് ഒറിജിൻ്റെ അവിടേക്കായിരിക്കും സൊല്യൂഷൻ വരാം. അതായത് ഇങ്ങനെ സൊല്യൂഷൻ റീജിയൻ ഇങ്ങോട്ട് വരും. ഈ ലൈനിന്റെ ഫുള്ള്, നമ്മൾ ആദ്യം വരച്ച ലൈനിന്റെ ഉള്ളിലോട്ടാണ് ഫുള്ള് സൊല്യൂഷൻ വരുന്നത്. അതായത് നമ്മൾ ആദ്യം വരച്ച ലൈനിന്റെ ആദ്യം നോക്കണു, അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ലൈനിൽ നോക്കണു, അങ്ങനെ രണ്ട് നോക്കണം. അത്രേ ഉള്ളൂ, രണ്ട് നോക്കണം എന്നുള്ളൂ. ആദ്യം ഏതെടുത്താലും കുഴപ്പമില്ല, പക്ഷെ രണ്ടിനും ചെക്ക് ചെയ്യണം. ഇനി ഇത് ഈ ലൈനിന്റെ കിട്ടി, ഇതേപോലെ തന്നെ നമ്മൾ ഈ ലൈനിന്റെ കണ്ടുപിടിക്കുകയാണ്. നമ്മൾ എന്ത് എഴുതി നോക്കാം. എന്ത് 3x + y ≤ 90 ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ രണ്ടില് 0 കൊടുക്കുമ്പോൾ ഈ രണ്ട് വാല്യൂ 0 ആയി പോകും. 0 ≤ 90. ഇതും ട്രൂ അല്ലേ? നമ്മൾ എഴുതി വയ്ക്കാം, ട്രൂ. അങ്ങനെ രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് നമുക്ക് ട്രൂ ആയിട്ട് കിട്ടി. അപ്പൊ ഇതിന്റെയും ഉള്ളിലേക്ക് തന്നെയാണ് സൊല്യൂഷൻ വരുന്നത്. ഓക്കെ, ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് ഈ ഫുള്ള് ഗ്രാഫിന്റെ പോർഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഷെയ്ഡ് ചെയ്യാൻ പറ്റില്ല. അതായത് ഇതൊക്കെ ഫുള്ള് ഷെയ്ഡ് ചെയ്ത് ഇങ്ങനെ പോകാൻ പറ്റില്ല. കാരണം ഈ ലൈനിനെ സംബന്ധിച്ചിടത്തോളം ഇതാണ് അതിന്റെ ഉള്ളിലത്തെ പോർഷൻ, ഈ പോർഷൻ അതിന്റെ പുറത്തെ പോർഷനാണ് അല്ലെ? ഈ ലൈനിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ പുറത്തത്തെ പോർഷനാണ് ഈ ഭാഗം. പക്ഷെ ഈ ലൈനിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഉള്ളിലത്തെ പോർഷനാണ് ഈ ഭാഗങ്ങൾ. അപ്പൊ നമുക്ക് എന്താ നോക്കണ്ടേ? രണ്ടു പേർക്കും കോമൺ ആയിട്ട് വരുന്ന പോയിന്റ്സ്, സൊല്യൂഷൻ റീജിയൻ ആണ് നമുക്ക് ആവശ്യം. അത് ഏത് പോയിന്റ് ആയിരിക്കും? ഏത് റീജിയൻ ആയിരിക്കും? ഈ ഒരു റീജിയൻ മാത്രമായിരിക്കും അല്ലേ? നോക്കി, രണ്ടു പേർക്കും കോമൺ ആയിട്ട് വരയ്ക്കാൻ പറ്റുന്ന സൊല്യൂഷൻ റീജിയൻ നമ്മൾ അതിനെ വിളിക്കും ഫീസിബിൾ റീജിയൻ എന്ന് വിളിക്കും. ഞാൻ പറയാം. ഓക്കെ, ഇതായിരിക്കില്ലേ? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോട്ടാ. ഈ ഒരു റീജിയൻ ആയിരിക്കില്ലേ? നോക്കി, അപ്പൊ അതെന്ത് ചെയ്തേക്കാം? ഇങ്ങനെ ഷെയ്ഡ് ചെയ്തേക്കാം. പെൻസിൽ വെച്ചിട്ട് നിങ്ങൾ ഷെയ്ഡ് ചെയ്തേക്കാം. അതാണ് നമ്മുടെ സൊല്യൂഷൻ റീജിയൻ അല്ലെങ്കിൽ ഫീസിബിൾ റീജിയൻ നമ്മൾ വിളിക്കും. ഞാൻ ഇതിനുള്ളിൽ എഴുതുന്നത് ഇപ്പൊ മനസ്സിലാവാനാണ്. ഇങ്ങനെ പരീക്ഷയ്ക്ക് ഏതെങ്കിലും കുഴപ്പമില്ല. ഫീസിബിൾ റീജിയൻ ആണ് നമുക്ക് കിട്ടിയത്. ഓക്കെ, നിങ്ങൾ പരീക്ഷയ്ക്ക് ഇതിനുള്ളിൽ വരച്ചാൽ മാത്രം മതി, എഴുതണ്ട. ഞാൻ ഇപ്പൊ മനസ്സിലാവാൻ വേണ്ടി അത് ഫീസിബിൾ റീജിയൻ അടയാളപ്പെടുത്തിയതാണ്. ഇനി എന്ത് ചെയ്യാം? ഇത്രയും കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്, അപ്പൊ നമ്മുടെ അടുത്ത പണിയും കൂടെ കഴിഞ്ഞിരിക്കുകയാണ്. ഈ ചെയ്യേണ്ട കാര്യം, നമ്മളോട് ക്വസ്റ്റ്യൻ നേരത്തെ ഞാൻ പറഞ്ഞു, നമ്മൾ പറഞ്ഞിരിക്കുന്നത് മാക്സിമൈസ് z = ഇത് ഈ ഇക്വേഷൻ നമ്മൾ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. നമ്മളിപ്പോൾ ഇതൊക്കെ വെച്ചിട്ടാണ് ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തത്. ഇനി ഈ ഒരു കാര്യം കൂടെ നമുക്ക് യൂസ് ചെയ്യാനുണ്ട്. അതായത് മാക്സിമൈസ് z = 4x + y എന്ന് പറയുന്ന കാര്യം കൂടെ നമുക്ക് യൂസ് ചെയ്യണം. അവിടെ നിന്നാണ് നമുക്ക് ഒപ്റ്റിമം സൊല്യൂഷൻ നമുക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യം, നമ്മൾ വരച്ച ഗ്രാഫില് ആ ഷേപ്പ് എന്താ നോക്കാം. എന്നിട്ട് ആ ഷേപ്പിന്റെ എൻഡ് പോയിന്റ്സ് എവിടെയൊക്കെ വരുന്നത് നോക്കാം. ഇപ്പൊ ഇതിന്റെ എൻഡ് പോയിന്റ്സ് വരുന്നത് ഒന്ന് ഒറിജിനലാണ്, പിന്നെ ഒന്ന് ഇവിടെ വരുന്നുണ്ട്, പിന്നെ ഒന്ന് ഇവിടെ വരുന്നുണ്ട്, പിന്നെ ഇവിടെ വരുന്നുണ്ട്. 4 എൻഡ് പോയിന്റ്സ് ആണ് നമുക്ക് വരുന്നത്. ഈ എൻഡ് പോയിന്റ് എന്തായിരിക്കും? 0,0 ആയിരിക്കും, നോക്കാനില്ല. ഇനി ഈ എൻഡ് പോയിന്റ് നമ്മൾ ഓൾറെഡി മാർക്ക് ചെയ്ത എൻഡ് പോയിന്റ് ആണ്. ഏതാണ് വരുന്നത്? ഈ പോയിന്റ് ഏതാ വരാം? 30,0 വരും. ഇനി ഈ പോയിന്റ് എന്താ വരാം? 50,0 അല്ല, 0,50. കാരണം ഇവിടെ y ആക്സിസ് ആണുള്ളത്. ഓക്കെ, ഇനി ഈ പോയിന്റ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? അതാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഈ പോയിന്റ് നമുക്ക് കാണാണ്ട് അറിയില്ല, എത്രയാണെന്ന് അറിയില്ല. കാരണം ഇത് രണ്ടും കൂടെ ജോയിൻ ചെയ്തപ്പോൾ കൂട്ടിമുട്ടി പോയൊരു സ്ഥലമാണ് അത്. അപ്പൊ അത് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്കറിയാം, നമ്മൾ ചെറിയ ക്ലാസ്സുകൾ പഠിച്ചിട്ടുണ്ട്, ഒരു ഗ്രാഫിലത്തെ രണ്ട് ലൈനും കൂടെ കൂട്ടിമുട്ടിയാൽ നമ്മൾ അവിടുത്തെ പോയിന്റ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ആ
രണ്ട് ലൈൻ വഴി ആ രണ്ട് ലൈൻ എന്തിൻ്റെ ഏത് ഇക്വേഷൻസിൻ്റെ ഒക്കെ ലൈനാണ്. ആ രണ്ട് ഇക്വേഷൻസ് സോൾവ് ചെയ്താൽ എക്സിന് വൈയുടെ ആൻസർ നമുക്ക് കിട്ടും അല്ലേ. അപ്പം നമ്മൾ ചെയ്യാണ്, നമ്മളെ ഇക്വേഷൻസ് നമ്മൾ ഒന്നുകൂടി എടുത്ത് എഴുതാണ്. ഏതൊക്കെയാണ് നമ്മുടെ ഇക്വേഷൻസ്? 3x, ആദ്യം വലിയ ഇക്വേഷൻ ഏതാണ്? 3x + y ലെസ് ദാൻ ഓർ ഈക്വൽ നമ്മൾ ഈക്വൽ ടു എന്ന രൂപത്തിൽ എഴുതി ചെയ്യാണ്. ഈക്വൽ ടു 90, അതുപോലെ x + y = 50. നമ്മളിങ്ങനെ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ സാധാരണ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന പോലെ സോൾവ് ചെയ്യാം. ഇവിടെ നമുക്കറിയാം ഇതിൽ ഈ ഇക്വേഷനിലത്തെ 3x ഇവിടെ x ആണ്, ഇവിടെ y സെയിം ആണ്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു വേരിയബിൾ സെയിം ആണെങ്കിൽ നമുക്ക് പിന്നെ വേറൊന്നും ഇൻറ്റു ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, കോഎഫിഷ്യൻസ് ഇൻറ്റു ചെയ്യേണ്ട ആവശ്യമില്ല. സോ നമ്മൾ എന്ത് ചെയ്യാണ്, ഈ ഇക്വേഷനിൽ നിന്നും ഈ ഇക്വേഷൻ മൈനസ് ചെയ്യാണ്. ഓക്കെ, ഈ ഫുൾ ഇക്വേഷനിൽ നിന്ന് ഈ ഫുൾ ഇക്വേഷൻ മൈനസ് ചെയ്യാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ 3x നിന്ന് x പോയാൽ 2x, y പോയാൽ ഈ രണ്ട് ടേംസ് പോയി 0 ആയി പോയി, ഈക്വൽ ടു 90 നിന്ന് 50 പോയാൽ 40. അങ്ങനെയാണെങ്കിൽ എക്സിൻ്റെ വാല്യൂ നമുക്ക് എന്ത് കിട്ടും? 40/2, അതായത് 20. എക്സിൻ്റെ വാല്യൂ കിട്ടിയാൽ നമുക്ക് വൈയുടെ വാല്യൂ എന്തായിരിക്കും? ഇതിൽ 20 കൊടുത്തു കഴിഞ്ഞാൽ y 30 ആയിരിക്കില്ലേ. അപ്പോൾ y = 30. എക്സിൻ്റെയും വൈയുടെയും വാല്യൂ നമുക്ക് കിട്ടി. അപ്പോൾ ഈ പോയിന്റ് എന്താണെന്നാണ് ഉദ്ദേശിക്കുന്നത്? 20, 30. അത്രയും. ഓക്കെ, അപ്പോൾ നമുക്ക് 4 എൻഡ് പോയിന്റ്സിൻ്റെ ആൻസേഴ്സ് നമുക്ക് കിട്ടി. ഇനിയാണ് നമ്മൾ ഒപ്റ്റിമം സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഒപ്റ്റിമം സൊല്യൂഷൻ കണ്ടുപിടിക്കാന്ന് പറയുമ്പോൾ നമ്മൾ അതിൻ്റെ ഗ്രാഫ് ഒരു ടേബിൾ നമ്മൾ വരയ്ക്കും ഒപ്റ്റിമം സൊല്യൂഷന് വേണ്ടിയിട്ട്. അതായത് ജസ്റ്റ് ഒരു കുഞ്ഞ് ടേബിൾ വരയ്ക്കാം, 2 കള്ളിയുള്ള ടേബിൾ. അതിൽ ആദ്യം തന്നെ എഴുതാം കോർണർ പോയിന്റ്സ്. നമ്മൾ കണ്ടുപിടിച്ച എൻഡ് പോയിന്റ്സിനെയാണ് ഇവിടെ കോർണർ പോയിന്റ്സ് ഉദ്ദേശിക്കുന്നത്. കോർണർ പോയിന്റ്സ്, പിന്നെ അതിൻ്റെ കറസ്പോണ്ടിങ് വാല്യൂ. അതായത് നമ്മളിവിടെ ഈ കറസ്പോണ്ടിങ് വാല്യൂ വിത്ത് റെസ്പെക്ട് ചെയ്ത z = നമ്മുടെ തന്നിരിക്കുന്ന ഇക്വേഷൻ. z = നമുക്കൊരു ഇക്വേഷൻ തന്നിട്ടുണ്ടായിരുന്നു 4x + y എന്നുള്ളത്. അതാണ് നമുക്കിവിടെ ആവശ്യം, 4x + y. ഈ ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ചെയ്യാണ്, എളുപ്പമാണ് ചെയ്യാനായിട്ട്. അതായത് നമുക്ക് കോർണർ പോയിന്റ്സ് ആയിട്ട് കിട്ടിയത് 0,50, 0,50, 30,0, 0,0, 0, and 2,30. ഇത്ര കോർണർ പോയിന്റ്സ് അല്ലേ കിട്ടി. അതൊക്കെ ഇവിടെ നിരത്തി എഴുതാം. ആദ്യം തന്നെ 0,0 എഴുതി, പിന്നെ ഈ ലൈൻ എഴുതുന്നു 30,0, പിന്നെ ഇത് 20,30, ലാസ്റ്റ് വൺ 0,50. ഇത്രയേ ഉള്ളൂ നമുക്ക് ചെയ്യാനായിട്ട്. ഇത് ചുമ്മാ കാൽക്കുലേറ്റർ ഇട്ട് നമ്മൾ ചെയ്യാൻ പോവാണ്. ആദ്യത്തെ z = 4x + y എക്സിൻ്റെ വാല്യൂ എന്താണ്? 0. ഈ പോയിന്റാണ് നമ്മൾ പുട്ട് ചെയ്ത് കൊടുക്കുന്നത്. എക്സിൻ്റെ വാല്യൂ 0യും വൈയുടെ വാല്യൂ 0യും. അപ്പോൾ സെഡിൻ്റെ വാല്യൂ എന്തായിരിക്കും? 0 തന്നെ. ഇനി അടുത്ത വാല്യൂ എക്സിൻ്റെ വാല്യൂ 30. ഇതിൽ എക്സിൻ്റെ വാല്യൂ 30 കൊടുക്കാം, വൈയുടെ വാല്യൂ 0 കൊടുക്കാം. ഒന്ന് കണ്ടുപിടിച്ചേ. അതുപോലെ 20യും 30 എടുത്ത് കൊടുത്തേക്ക് 110 കിട്ടും. ദെൻ 0, 50. 50. ഓക്കെ, ഇതിൽ നമ്മളോട് ക്വസ്റ്റ്യൻ നമുക്കറിയാം, നമുക്ക് ചോദിച്ചിരിക്കുന്നത് മാക്സിമൈസ് ചെയ്യാനാണ് പറഞ്ഞിരുന്നത്. മാക്സിമൈസ് ചെയ്യാന്ന് പറയുമ്പം ഇതിൽ ഏറ്റവും വലിയ വാല്യൂ ഏതാ അതാണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, മാക്സിമൈസ് ചെയ്യാന്ന് പറയുമ്പോൾ ഇതിൽ ഏറ്റവും വലിയ വാല്യൂ ഏതാണ് വരുന്നത്? 120 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഈ വാല്യൂ ആണ് നമ്മുടെ മാക്സിമം എന്ന് എഴുതി വെക്കാം. വാല്യൂ ആണ് മാക്സിമം. ഹെൻസ് കൺക്ലൂഷൻ ആണ് എഴുതുന്നത്. ഹെൻസ് maximum value of z is 120. 120 ആണ് മാക്സിമം വാല്യൂ ലഭിക്കുന്നത്. അറ്റ് ഏത് പോയിന്റിൽ കൊണ്ടാണ് എഴുതിക്കോളൂ. 120 അറ്റ് പോയിന്റ് 30,0. ഇത്രയേ ഉള്ളൂ നമുക്ക് ചെയ്യാനായിട്ട്. മനസ്സിലായോ? മനസ്സിലായി. എളുപ്പമല്ലേ പാഠം? ഇതേപോലെ തന്നെയാണ് നമ്മളെല്ലാ കണക്കുകളും വരുന്നത്. ചില കണക്കുകളിൽ വ്യത്യാസമുള്ളത്, ഇപ്പൊ വന്ന റീജിയന്റെ പ്രത്യേകത നമുക്ക് കണ്ടറിയാം. ബൗണ്ടഡ് ആണ്, അതായത് അതിന്റെ എല്ലാ പോയിന്റും ഇതിന്റെ ഉള്ളിൽ അടങ്ങിയിരിക്കുകയാണ്. അപ്പൊ ഇതിനെ പറയാം നമ്മൾ ബൗണ്ടഡ് ഫീസിബിൾ റീജിയൻ ആണിത്. ചില സമയത്ത് റീജിയന്റെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഇവിടെ രണ്ടും ട്രൂ ആയതുകൊണ്ടാണ് ബൗണ്ടഡ് ആയിട്ട് നമുക്ക് കിട്ടിയത്.
ചില സമയത്ത് എന്ത് സംഭവിക്കും, ബൗണ്ടഡ് അല്ലാണ്ട് അൺബൗണ്ടഡ് ആയിട്ട് പോകും, അതായത് പുറത്തേക്ക് സൊല്യൂഷൻ പോകും. അതായത് ഇൻഫിനിറ്റിയിലേക്ക് ഇങ്ങനെ സൊല്യൂഷൻ പോകുന്ന പോലെ ഇങ്ങനെ വരും. ഫോൾസ് വരുമ്പോൾ, രണ്ട് ഫോൾസ് വരുന്ന കേസിൽ അങ്ങനെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പം ഈ പറഞ്ഞ പോലെ നമ്മൾ ഗ്രാഫിന്റെ ബൗണ്ടഡ് റീജിയൻ അല്ല നമുക്ക് കിട്ടാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഗ്രാഫുമേ ടച്ച് ചെയ്യുന്ന ഭാഗങ്ങൾ ഏതാണോ അത് മാത്രം കോർണർ പോയിന്റ്സ് ആയിട്ട് എടുക്കാം. അങ്ങനെ വരുമ്പോൾ അല്ലാത്ത കേസിൽ 4-5 കോർണർ പോയിന്റ്സ് ഉണ്ടാവും ഷേപ്പ് അനുസരിച്ചിട്ട്. അതല്ലെങ്കിൽ മാത്രം എന്ത് ചെയ്തേക്കാം, കോർണർ പോയിന്റ്സ് ഗ്രാഫുമേ ടച്ച് ചെയ്യുന്നത് എവിടെയാണോ അവിടെ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇവിടെ ഈ പോയിന്റ് ഇല്ലാന്ന് വിചാരിക്കാം. അതായത് ഗ്രാഫ് ഫുള്ള് ഉണ്ടെങ്കിൽ ഈ പോയിന്റും ഈ പോയിന്റും ഈ പോയിന്റ് മാത്രമായിരിക്കും നമ്മൾ എന്തായിട്ട് എടുക്കുക, കോർണർ പോയിന്റ്സ് ആയിട്ട് എടുക്കുക. ബാക്കി കാരണം റീജിയൻസ് ഫുൾ ഉണ്ടെന്നല്ലേ പിന്നെ അർത്ഥം. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ പോയിന്റും ഈ പോയിന്റ് ഈ പോയിന്റ് മാത്രം നമ്മൾ കോർണർ പോയിന്റ്സ് ആയിട്ട് എടുത്തിട്ട് നമ്മൾ ചെയ്യും. അങ്ങനെ ഓക്കെ. ഞാനൊരു കണക്ക് തരട്ടെ ചെയ്യാനായിട്ട്. ക്വസ്റ്റ്യൻ എടുക്കാം. എക്സാമ്പിൾ 2 ആണ് ചെയ്യുന്നത്. സോൾവ് the following LPP graphically. Solve the following LPP graphically. Z equal to 200x plus 500y subject to constraints. Under the constraint x plus 2y greater than or equal to 10. അതുപോലെ 3x plus 4y less than or equal to 24. Also x greater than or equal to 0, y greater than or equal to 0. നേരത്തെ പറഞ്ഞ പോലെ ഇത് തരുന്നതിന് വേണ്ടിയിട്ടാണ് ഗ്രാഫിന്റെ വാല്യൂസ് പോസിറ്റീവിലേക്ക് മാത്രമാണോ അതോ നെഗറ്റീവിലേക്ക് ഉണ്ടോ എന്നറിയാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു വാല്യൂ നമുക്ക് തരുന്നത്. കാരണം എക്സിന്റെ വാല്യൂ 0-നേക്കാളും വലുതാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എക്സ് ഗ്രേറ്റർ ദാൻ 0, ഓൾസോ വൈ ഗ്രേറ്റർ ദാൻ 0. അതുകൊണ്ട് എക്സിന്റെയും വൈയുടെ വാല്യൂ 0-നേക്കാളും വലുതാണ്, അതായത് പോസിറ്റീവ് ആണ്. ഓക്കെ, ചെയ്ത് നോക്ക്. കിട്ടിയില്ലെങ്കിൽ പറയാം, ഡൗട്ടുള്ള ചോദിക്കും. 2 പോയിന്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സിന് 0 കൊടുത്തിട്ട് വൈയുടെ വാല്യൂ കണ്ടുപിടിക്കാം, വൈക്ക് 0 കൊടുത്തിട്ട് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാം. അത്ര ആവശ്യമുള്ളൂ. ശ്രദ്ധിക്കാം, ഞാൻ ഒന്ന് സമ്മറൈസ് ചെയ്ത് പറയാം. നമ്മൾ ആദ്യം ചെയ്ത ക്വസ്റ്റ്യൻ ഇതാണ്, സോൾവ് ദ ഫോളോയിങ് ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം ഗ്രാഫിക്കലി എന്ന് പറഞ്ഞു. നമ്മൾ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രാഫിക്കലി നമുക്ക് തന്നിരിക്കുന്ന ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം സോൾവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് ഇങ്ങനെയാണ്, മാക്സിമൈസ് z ഈക്വൽ ടു 4x plus 5. അതായത് ഇതാണ് ഈ ഫംഗ്ഷൻ, അത് z ഈക്വൽ ടു എന്ന് പറഞ്ഞപ്പോൾ തരുന്ന ഫംഗ്ഷനെ വിളിക്കുന്ന പേരാണ് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ. അപ്പോൾ അത് സബ്ജക്റ്റ് ദ കൺസ്ട്രെയിൻസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് 3 കൺസ്ട്രെയിൻസ് നമുക്ക് തന്നിട്ടുണ്ട്. കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത് ഈ എക്സും വൈയും ആഡ് ചെയ്തിട്ടോ മൈനസ് ചെയ്തിട്ടോ കിട്ടുന്ന വാല്യൂ ഈക്വൽ ടു സംതിങ് ഒരു കോൺസ്റ്റന്റ് ഉണ്ടായിരിക്കും എന്നാണ് കൺസ്ട്രെയിൻ്റെ അർത്ഥം. അപ്പൊ ഇതും 3 കൺസ്ട്രെയിൻസ് ആണ്. അതിൽ ആദ്യത്തെ 2 മെയിൻ കൺസ്ട്രെയിൻസ്. ബാക്കി ഈ 2 എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ